ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടിപ്സ് ഫോർ ഹാപ്പി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ മുടി നന്നായിട്ട് ഹെൽത്തി ആയിട്ട് വളരാനായിട്ട് സഹായിക്കുന്ന ഒരു അടിപൊളി ഹെയർ പാക്കാണ്. നമ്മുടെ മുടി കുറച്ച് സ്മൂത്ത് ആകാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഹെയർ പാക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ പാക്ക് ഉണ്ടാക്കുന്നത് കാണാം. അതുപോലെ ഇതിൻ്റെ ഗുണങ്ങളും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. ആദ്യം എടുത്തു വെച്ചിരിക്കുന്നത് നമ്മൾ കറ്റാർവാഴയാണ്. നമ്മുടെ വീട്ടിലുള്ള കറ്റാർവാഴയാണ്. അതിന് നമ്മുടെ മുടിയുടെ ലെങ്ത് അനുസരിച്ച് കറ്റാർവാഴയുടെ ജെല്ല് എടുക്കാം. ഇതിൻ്റെ ഉള്ളിലെ ജെല്ല് മാത്രമായിട്ട് നമ്മൾ സ്പൂൺ കൊണ്ട് എടുക്കുകയാണ് വേണ്ടത് കേട്ടോ. തലമുടിയുടെ ആരോഗ്യത്തിനും മുടി വളർച്ചയെ ത്വരിതപ്പെടുത്താനും നമ്മൾ ഈ കറ്റാർവാഴ എന്ന ഔഷധ സസ്യം പഴയ കാലം മുതൽ ഉപയോഗിക്കുന്നതാണ്. കറ്റാർവാഴയിലുള്ള ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസാണ് അതിനൊക്കെ സഹായിക്കുന്നത്. തലയിലെ താരൻ, ചൊറിച്ചിൽ ഇതുപോലുള്ള എല്ലാ പ്രശ്നങ്ങളും തടയും. ഇതുപോലെ മുടി വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ നമ്മുടെ മുടിക്ക് നൽകും. മുടി കൊഴിച്ചിൽ, മുടി പൊട്ടൽ എന്നിവ കുറയ്ക്കാനായിട്ട് ഇത് നല്ലതാണ്. അടുത്തായിട്ട് നമുക്ക് 1 ടീസ്പൂൺ ഉലുവ തലേന്ന് തന്നെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ് കേട്ടോ ഇപ്പോൾ എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ മുടി കൊഴിച്ചിൽ തടയാനായിട്ട് അതുപോലെ മുടിനര തടയാനായിട്ട് ഒക്കെ സഹായിക്കുന്നതാണ് അടുക്കളയിൽ നിന്നുള്ള ഈ ഒരു നമ്മുടെ പ്രതിവിധിയായിട്ടുള്ള ഉലുവ. ഇത് തലയോട്ടിലെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനായിട്ട് അതുപോലെ തന്നെ മുടി വളർച്ചയെയും ഇൻക്രീസ് ചെയ്യാനായിട്ടൊക്കെ സഹായിക്കുന്നതാണ്. ഇപ്പോൾ മുടി വളർച്ച പൂർണ്ണമായിട്ടും നിന്ന് ആ മുടിവേരുകളിൽ നിന്ന് വീണ്ടും മുടി വളർച്ചയെ ത്വരിതപ്പെടുത്താനായിട്ട് ഉത്തേജിപ്പിക്കാനായിട്ടൊക്കെ സഹായിക്കുന്നതാണ് നമ്മുടെ ചെമ്പരത്തി. അപ്പോൾ ചെമ്പരത്തിയുടെ ഡ്രൈ ആയിട്ടുള്ള ഫ്ലവേഴ്സാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത്. ചെമ്പരത്തിയുടെ ഫ്രഷ് ആയിട്ടുള്ള പൂക്കളുണ്ടെങ്കിൽ അതെടുക്കാം കേട്ടോ. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഉണങ്ങിയതാണെങ്കിൽ ഉണങ്ങിയത് എടുക്കാം. ഞാൻ അഞ്ചിതൽ ചെമ്പരത്തി എൻ്റെ വീട്ടിൽ പോയപ്പോൾ ഉണക്കി എടുത്തുകൊണ്ട് വന്നതാണ്. അവിടെ ഒരുപാട് ചെമ്പരത്തികളുണ്ട്. ഇപ്പോൾ ഹെയർ പാക്കിനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ ജസ്റ്റ് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ ഇതിനിടയ്ക്കൊരു കാര്യം, നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളെന്നുകൂടി സെലക്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ കൂടുതൽ ടിപ്സുകൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ മിക്സിയിൽ അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് പുളിച്ച കഞ്ഞിവെള്ളമാണ്. അപ്പോൾ അത് നമ്മുടെ കയ്യിൽ തലേദിവസത്തെ കഞ്ഞിവെള്ളം ഇരിപ്പുണ്ട്. ഉപ്പിടാത്ത കഞ്ഞിവെള്ളം വേണം നമ്മൾ ഹെയറിൽ യൂസ് ചെയ്യാൻ. പലരും ചോദിക്കുന്നൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊന്നുകൂടി മിക്സിയിൽ അടിച്ചെടുക്കണം. നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ഹെയർ ഓയിൽ ചേർത്ത് കൊടുക്കാം. നമ്മൾ സാധാരണ യൂസ് ചെയ്യണത് വെളിച്ചെണ്ണയാണെങ്കിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യാം. 1-2 സ്പൂൺ വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കിഡിലൻ ഹെയർ പാക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് അരിച്ച് വേണം യൂസ് ചെയ്യാനെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വെള്ളം ചേർത്തിട്ട് കുറച്ച് ലിക്വിഡായിട്ടായിരിക്കും വരിക. അപ്പോൾ ഞാനിപ്പോൾ അരിക്കാതെയാണ് യൂസ് ചെയ്യാൻ പോണത്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടവും സൗകര്യം അനുസരിച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ മുടിയൊക്കെ ചീകി എൻ്റെ ചടയൊക്കെ കളഞ്ഞ് ഓക്കെ ആക്കിയിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ഹെയർ പാക്ക് ഇടേണ്ടത്. അപ്പോൾ മുടിയുടെ വേരുകൾ സ്കാൽപ്പിലാണ് നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് ഇടേണ്ടത്. മുടിയിലും അപ്ലൈ ചെയ്യാം. ഫസ്റ്റ് എന്നാലും മുടിയുടെ ആ ഒരു സ്കാൽപ്പിലാണ് അപ്ലൈ ചെയ്യുക കേട്ടോ. മുടി നന്നായിട്ട് കൊഴിയുന്ന ആൾക്കാർ ഹെയർ പാക്ക് കുറച്ച് കഞ്ഞിവെള്ളം ചേർത്ത് നന്നായിട്ട് നേർപ്പിച്ചെടുത്തിട്ട് സ്പ്രേ ബോട്ടിൽ ഒഴിച്ചിട്ട് അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ജസ്റ്റ് കൈകൊണ്ട് തന്നെ സ്കാൽപ്പിലൊക്കെ മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. 20 മുതൽ 30 മിനിറ്റ് വരെ നമുക്ക് മുടിയിൽ ഇത് വയ്ക്കാം. അതിനുശേഷം ചെറിയ ചൂടുവെള്ളം ഉപയോഗിച്ചിട്ട്, ഒരുപാട് കടുത്ത ചൂടുവെള്ളം പാടില്ല, ഇളം ചൂടുള്ള വെള്ളം ഉപയോഗിച്ചിട്ട് നമുക്കിത് വാഷ് ചെയ്ത് കളയാം. ആഴ്ചയിൽ 1 പ്രാവശ്യം നമ്മൾ ഈ ഒരു പാക്ക് ഇടുക. അതേപോലെ തന്നെ മുടി കൊഴിച്ചിൽ ഉള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരു ഡ്രിങ്ക് നമ്മൾ തയ്യാറാക്കിയിരുന്നു. നല്ല റിസൾട്ടാണത്. അപ്പോൾ അത് വേണമെന്നുള്ളവർ താഴെ കമൻറ്റ് ചെയ്താൽ മതി. ഈ ഒരു ഹെയർ പാക്ക് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഉപയോഗിക്കാം. 13 വയസ്സിന് ശേഷമുള്ള കുട്ടികൾക്കും ഉപയോഗിക്കാം. തീരെ മുടി വളരുന്നില്ല എന്ന് പറയുന്നവർ നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞ ഡ്രിങ്ക് തീർച്ചയായിട്ടും ഉപയോഗിക്കുക. അപ്പോൾ ഫുൾ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. 100% റിസൾട്ട് കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അറിവുകൾ, ക്വസ്റ്റ്യൻസ്, അടുത്ത വീഡിയോ എന്ത് വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഉടൻ തന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.